നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ എല്ലാവരും തമിഴിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ താല്പര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളോ ഒന്നും അല്ല. ഞാനൊരു സാധാരണക്കാരിയായ ഒരു ആൾ തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും അതേപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാനായി ഞാൻ എടുത്ത ചെറിയ റിസർച്ച് വർക്കുകളുടെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഒരു സ്വന്തം ചേച്ചിയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു അമ്മയോ പറഞ്ഞു തരുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ സ്വീകരിക്കണമെന്ന് ഞാൻ വളരെ താഴ്മയോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ആർത്തവത്തെ പറ്റിയിട്ടോ. അതായത് ഫസ്റ്റ് ടൈം ഒരു പെൺകുട്ടി പീരിയഡ്സ് ആവുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും എന്തൊക്കെ കാര്യങ്ങൾ പിന്നീട് ഫോളോ ചെയ്ത് വരണമെന്നും എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പീരിയഡ്സ് ആവുന്ന സമയത്ത് എല്ലാവർക്കും അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടികൾക്കും വരുന്ന സംശയമാണ് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് തുണിയാണോ അല്ലെങ്കിൽ പാഡാണോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ആണോ ടാംപോൺസ് ആണോ എന്താണ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും സംശയമുള്ള കാര്യം കേട്ടോ. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെ പറ്റിയൊക്കെ ചെറിയ ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതിനേക്കാളുപരി നിങ്ങളുടെ ശരീരത്തെ എത്രത്തോളം വൃത്തിയായി കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ശരീരം അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് നീറ്റ് ആൻഡ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും അതിന്റെ ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ ശരീരം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതിനായിട്ട് കറക്റ്റ് ഇന്റർവെൽസിൽ നിങ്ങളെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ മാറ്റുക, ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ 2 നേരം ദിവസം ബോഡി വാഷ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇപ്പൊ 2 നേരം കുളിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കുളിക്കുക എന്നുള്ളത് പോസിബിൾ ആവണമെന്നില്ല. സോ രാവിലെ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ഈവനിങ് നിങ്ങൾ ബോഡി വാഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായി പീരിയഡ്സിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആദ്യമായി ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഈ ഒരു ശീലം ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, തുണിയോ പാഡോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ഇന്റർവെൽസിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഐഡിയൽ പീരീഡ് എന്ന് പറയുന്നത് 4 to 6 hours ആണ്. കാരണം ഈ 4 to 6 മണിക്കൂറിനുള്ളിൽ ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഓവർ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒരു 3 മണിക്കൂറൊക്കെ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അല്ല, ഒരു നോർമൽ ടൈപ്പ് ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 to 6 hours ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പാഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ വേയിൽ ഈ പാഡിനെ ഡിസ്പോസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റ്സിലും അതേപോലെ എവിടെ പോവുകയാണെങ്കിലും ഇറസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ യൂസ്ഡ് പാഡ്സ് ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ അല്ലാതെ ഒരു റെസ്പോൺസിബിൾ വുമണിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്ത പാഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കുട്ടികളിൽ ഈ മെൻസ്ട്രേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തുണിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തുണി ചേഞ്ച് ചെയ്തതിന് ശേഷം അപ്പം തന്നെ വൃത്തിയുള്ള ഒരു സോപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ച് കഴുകിയിട്ട് അത് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് ഉണക്കിയിടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഇന്നർ വെയർസും എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം സൺലൈറ്റിൽ ഉണക്കാൻ ശ്രമിക്കണം. അതേപോലെ തുണി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോട്ടൺ തുണി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരിക്കലും വേറെ മെറ്റീരിയൽസ് റയോണോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. വളരെ പ്യുവർ കോട്ടൺ ക്ലോത്ത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ തുണി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തുണി ഒരു 4-5 പീരിയഡ്സ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക. അതായത് ഒരു 4-5 മാസം മാത്രം യൂസ് ചെയ്തിട്ട് ആ തുണി പിന്നീട് യൂസ് ചെയ്യാതെ കളയാൻ നിങ്ങൾ കുട്ടികളെ ശീലിപ്പിക്കണം. കാരണം തുണി ഇറ്റ് ഇസ് വെരി ഗുഡ്. തുണി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എയർ സർക്കുലേഷന് ഏറ്റവും നല്ലത് കോട്ടൺ ക്ലോത്ത് തന്നെയാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 4 to 5 പീരിയഡ്സ് വരെ അത് യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞതും ആ തുണിയെ ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അത് കുട്ടികളെ ശീലിപ്പിക്കണം. ഇനി അടുത്തൊരു സംശയം അല്ലെങ്കിൽ ഡൗട്ട്സ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ ടാംപോൺസ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രകാരം ആദ്യമായി പീരിയഡ്സിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഇതിലേക്ക് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പീരിയഡ്സ് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടികളും അതിനോട് കംഫർട്ടബിൾ ആയിരിക്കില്ല ആൻഡ് മെന്റലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. ആ സമയത്ത് ഏറ്റവും ഈസി ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു പീരിയഡ്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യണം നല്ലത്. മെൻസ്ട്രൽ കപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കുറച്ച് യൂസ് ചെയ്യാനും കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതിനോട് ശീലപ്പെടാൻ, അതായത് അതിനോട് ശീലമാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ മെൻസ്ട്രേഷൻ എന്നുള്ള ഒരു സൈക്കിളിനോട് കുട്ടി ശരിക്കും യൂസ്ഡ് ആയതിനു ശേഷം മാത്രം മെൻസ്ട്രൽ കപ്പോ അല്ലെങ്കിൽ ടാംപോൺസോ യൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് മാത്രമല്ല ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ആദ്യകാലങ്ങളിൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രക്രിയയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ടൈപ്പും അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട രീതിയിലേക്ക് കടക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്
ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ആർത്തവം വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അഡോളസന്റ് ഏജിൽ നിൽക്കുന്ന ആൾക്കാർക്കും പ്രൈവറ്റ് പാർട്സിൽ ഹെയർ ഗ്രോത്ത് എന്നുള്ളത് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അത് വൃത്തിയായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഷേവ് ചെയ്യണോ കട്ട് ചെയ്യണോ, ഏതാണ് കുട്ടികൾക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഏരിയാസിലെ ഇൻഫെക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത സംശയം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണവും ഇല്ല കേട്ടോ. പക്ഷെ എങ്കിലും നിങ്ങൾ ഈ ഒരു സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തെ വളരെ ദോഷമായി ബാധിക്കുന്ന ജങ്ക് ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റമിൻ, മിനറൽസ് ഇതെല്ലാം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു സമയത്ത് ശരീരത്തെ വിളർച്ച പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡി പെയിൻസ് നല്ലോണം വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലീഡിങ് കട്ടായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് ആക്കാൻ നല്ല ഫുഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി പ്രോട്ടീൻസിന്റെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ധാരാളം പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. അതേപോലെ തന്നെ മുട്ട, അതേപോലെ തന്നെ ഫിഷ് കഴിക്കണം, അതേപോലെ ചിക്കൻ കഴിക്കാം, മീറ്റ് കഴിക്കാം. ഇതൊക്കെ പ്രോട്ടീൻസ് ഉള്ള ഫുഡാട്ടോ. അപ്പോൾ പ്രോട്ടീൻ ശരീരത്തിലേക്ക് നല്ലോണം എത്തിക്കുമ്പോൾ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടിയ പോലെ തന്നെ തോന്നും. അതുകൊണ്ട് പ്രോട്ടീൻസ് മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാൽഷ്യത്തിന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ, ചിയ സീഡ്സ്, അതേപോലെ തന്നെ ബദാം, അതേപോലെ യോഗട്ട്, ഇതൊക്കെ കുട്ടികൾക്ക് കാൽഷ്യത്തിന്റെ ഒരു സപ്ലിമെന്റ് ആയിട്ട്, കാൽഷ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചില പാരന്റ്സ് ചോദിക്കാറുണ്ട്, ഡോക്ടേഴ്സിന്റെ അടുത്ത് സമീപിക്കുന്ന സമയത്ത് ചില പാരന്റ്സ് ചോദിക്കാറുണ്ട്, കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് നോൺ വെജ് കൊടുക്കാമോ എന്ന് ചോദിക്കട്ടെ. ഓഫ് കോഴ്സ് കൊടുക്കണം. കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ യു ക്യാൻ ഗിവ് ദം. അങ്ങനെ ഒന്നും മാറ്റി നിർത്തേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ ഈ സമയത്ത് കുട്ടികളിൽ ബ്ലഡ് ഒരുപാട് പോകുന്ന ആൾക്കാരിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ വിളർച്ച കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നല്ലോണം അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്കറികൾ കൊടുക്കാം, അനാർ കൊടുക്കാം, റെഡ് മീറ്റ് കൊടുക്കാം, ടോഫു കൊടുക്കാം. അങ്ങനെ അയൺ കണ്ടന്റ് ഇഷ്ടംപോലെയുള്ള ഫുഡുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചായയോ കാപ്പിയോ കൊടുക്കുമ്പോൾ വെള്ളം യൂസ് ചെയ്തിട്ടുള്ള ചായ, കാപ്പിയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സമയത്ത് ചോക്ലേറ്റ്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഡാർക്ക് ചോക്ലേറ്റിൽ നല്ല ഒരു എമൗണ്ട് ഓഫ് അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നല്ലൊരു സ്ട്രെങ്ത്തും കിട്ടും. ഈ വിളർച്ചയിൽ നിന്ന് കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്തെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ നെക്സ്റ്റ് തിങ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത്, അതായത് മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം മിക്ക സ്ത്രീകൾക്കും അല്ലെങ്കിൽ മിക്ക കുട്ടികൾക്കും ഈ ഒരു സമയത്ത് നടുവേദന, കാലുവേദന, അതുപോലെ തന്നെ വയറുവേദന അല്ലെങ്കിൽ ബോഡി പെയിൻ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒന്ന് പിക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ധാരാളം കുടിക്കാൻ, അവരെ ധാരാളം കുടിച്ചാൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഈ വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലീഡിങ് കറക്റ്റ് ആക്കി കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയിൽ കൊണ്ടുവരാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി സിവിയർ ആയിട്ട് വേദനയുള്ള ആൾക്കാർക്ക് ഈ ഉലുവ വെള്ളം കുടിക്കുന്നതിലൂടെ നല്ല റിലീഫ് കിട്ടും. അതല്ലെങ്കിൽ ഒരുപാട് വേദന, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട്, അതായത് ഫസ്റ്റ് ടൈം ഒക്കെ പീരിയഡ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അവർക്കും ഉണ്ടാവില്ല, അവരുടെ പാരന്റ്സിനും അത് ഉണ്ടാവാൻ ചാൻസസ് കമ്മിയാണ്. സോ സിവിയർ ആയിട്ടുള്ള വേദന, അതായത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണം. ആൻഡ് അവരിൽ നിന്ന് മാത്രം നിങ്ങൾ സ്യൂട്ടബിൾ പെയിൻ കില്ലേഴ്സ്, അതായത് നിങ്ങളുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആയ പെയിൻ കില്ലേഴ്സ് സ്വീകരിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മുടെ നോർമൽ ഫാർമസിയിലൊക്കെ കിട്ടുന്ന പെയിൻ കില്ലേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങി കഴിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പണ്ടുള്ള കാലത്തൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സമയത്ത് ഫസ്റ്റ് 4 days അല്ലെങ്കിൽ ഫസ്റ്റ് 5 days മുറിയിൽ തന്നെ കുട്ടിയെ അടച്ചിട്ട് ആ ഒരു റൂമിൽ തന്നെ ആ കുട്ടിയുടെ സർവ്വതും ആക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ചെയ്തു വരുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ. കാരണം ഇന്ന് ഈ പ്രക്രിയ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രക്രിയ ആക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ സമയത്ത് ഒരുപാട് മൂഡ് സ്വിങ്സിന്റെ ഒക്കെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് കുട്ടികളെ അങ്ങനെയൊന്നും ചെയ്യാതെ അവരുടെ നോർമൽ ഡേയ്സ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ ഒരു ഡേയ്സിനെയും കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അവർക്ക് അവരുടെ ഹോബീസിൽ ഏർപ്പെടാനും അതേപോലെ തന്നെ മിക്കവാറും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് അവരെ ഒരുപാട് ഓവർ കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ PT പീരീഡ് ആണെങ്കിൽ ഗെയിംസ് കളിക്കേണ്ട, അങ്ങനെയൊന്നും പറയാതെ അവരുടെ രീതിയിലേക്ക് അവരുടെ ബോഡി കൺവീനിയൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വിടുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മെന്റൽ സപ്പോർട്ട്. ഇനി ആദ്യമായി ആർത്തവം ഫേസ് ചെയ്യുന്ന ഏതൊരു പെൺകുട്ടികൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചില കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഇതിനെപ്പറ്റി ധാരണയുണ്ട്, പക്ഷേ എങ്കിൽ കൂടെ ഈ ഒരു ഏജിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ പാരന്റ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നോർമൽ ആണ് എന്നുള്ളൊരു രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഈ മൂഡ് സ്വിങ്സ് എന്ന് ഉദ്ദേശിക്കുക അധിക സങ്കടം വരും, അധിക ദേഷ്യം വരും, അല്ലെങ്കിൽ ഇമോഷൻസ്
സ്വിങ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ചിലപ്പോൾ ഈ കുട്ടിക്ക് പോലും ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല. പാരന്റ്സ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ നോർമൽ പ്രോസസ്സാണ് ആൻഡ് ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ മൂഡ് സ്വിങ്സിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇന്നത്തെ ഒരു സമൂഹത്തിൽ പിന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് പീരീഡ്സ് സമയത്തെങ്കിലും അവരെ ബെഡിൽ കിടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത്. അതായത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ അതേപോലെ തന്നെ രീതികളുടെയും ഫോളോ ചെയ്ത ചുറ്റുവട്ടങ്ങളുടെയും ഭാഗങ്ങളായി അവരെ ഫസ്റ്റ് പീരീഡ്സ് ടൈമിലെങ്കിലും അവരെ ബെഡിൽ കിടക്കാൻ അനുവദിക്കാതെ അവരെ ഒരു റൂമിൽ നിലത്ത് അവരെ പായ വിരിച്ച് അതിൽ കിടക്കാൻ അവരെ കമ്പൽ ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നാളെ ബെഡിലൊക്കെ കടന്നു വന്ന് ഇത്രയും നാൾ ഒരു ഇതും ഇല്ലാതെ ഒരു സുഖമായി പറന്ന് നടന്ന ഒരാളെ ഒരു ദിവസം പിടിച്ച് ഒരു റൂമിലിട്ട് അതേപോലെ നിങ്ങൾ ബെഡിൽ കിടക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അധികം അനങ്ങി നടക്കരുത്, നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് അവർക്ക് കൊടുക്കുന്ന മെന്റൽ പ്രഷർ ഒരുപാടാണ് കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർ ബെഡിൽ കടന്നോട്ടെ. ഒരുപാട് എന്താ പറയാ സ്റ്റെയിനും അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഇന്റർവെൻസിനനുസരിച്ച് തുണിയും കാര്യങ്ങളും മാറ്റാൻ നമ്മൾ അവരെ ശീലപ്പെടുത്തി എടുക്കുക. അതേപോലെ തന്നെ അവരുടെ ശരീരത്തിനോട് അഡാപ്റ്റ് ആവാൻ അവരെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു സമയത്ത് പെൺകുട്ടികളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മുഖക്കുരു വരിക എന്നുള്ളത്. അത് ഒരു പരിധി വരെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല പാക്കുകൾ യൂസ് ചെയ്യാം. അതല്ല അത് സിവിയർ ആയിട്ട് വരുന്നുണ്ട്, അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒരുപാട് ബാധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് ഒരുപാട് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാം. അതല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് തന്നെ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇതൊരു വലിയൊരു കാര്യം അല്ല എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ആൻഡ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് വെറും ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അതില്ലെങ്കിൽ ഭാരമായിട്ടോ ഈ ഒരു മെൻസ്ട്രൽ പ്രോസസ്സിനെ നമ്മൾ ഒരിക്കലും കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു മെൻസസ് അതല്ല എന്നുണ്ടെങ്കിൽ പീരിയഡ്സിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇനി നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കേണ്ട, അതായത് ബ്ലഡിന്റെ കളർ വ്യത്യാസങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ PMS പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അതെന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനുണ്ട്. അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ മുഴുവനായി കണ്ടവർക്ക് വിലയേറെ നന്ദി. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. സോ താങ്ക് യു ഓൾ അഗെയിൻ.